What is Q? Q is a data structure that follows first in first out principle. The main operations on Q are insertion and deletion. In this video, we explain about deletion operation. Deletion operation is the removal of the item at the front end of a queue. So for a queue there are two ends, front and rear. So consider this example. So this queue will നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നിൽക്കുന്ന ഫസ്റ്റ് പൊസിഷനെയാണ്, and the rear end means അവസാനം നിൽക്കുന്ന പൊസിഷനെയാണ് റിയർ എൻഡ് എന്ന് പറയുന്നത്. ഇൻസേർഷൻ നടക്കുന്നത് എപ്പോഴും ക്യൂവിൻ്റെ റിയർ എൻഡിലാണ് അല്ലേ, ഏറ്റവും അവസാനത്തേക്കാണ് പുതിയ പുതിയ ഡാറ്റയെ നമ്മൾ ആഡ് ചെയ്യുന്നത്. എവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നത്? ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്നത്, ആ ഐറ്റത്തെ അല്ലെങ്കിൽ എലമെൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഒരിക്കലും ക്യൂവിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ബിക്കോസ് ദാറ്റ്സ് ദ പ്രൊസീജിയർ ഓഫ് എ ക്യൂ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം ക്യൂവിൽ എൻ്റർ ചെയ്ത ആളാണ് ആദ്യം ക്യൂവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. So deletion operation is always occurred at the front end of the queue. Steps for deletion operation. There are two steps. Step 1. Retrieve the element at the front position into a variable. Front position ഉള്ള ഡാറ്റയെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. Step 2. Increment the value of front by 1. So ക്യൂവിൻ്റെ എൻഡുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ രണ്ട് വേരിയബിൾ യൂസ് ചെയ്യാറുണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ. സോ ഫസ്റ്റ് ഡാറ്റയെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ഇസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1, കാരണം ഒരു ഡാറ്റ റിമൂവ് ചെയ്തു അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ഇസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. Consider this example. Here Q is a data structure implemented using array. So there are 10 locations. So ഈ ക്യൂവിൽ 3 ഡാറ്റയാണുള്ളത്, 25, 16, 38. സോ ക്യൂവിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ 0. സോ ഫ്രണ്ട് എന്ന് പറയുന്ന വേരിയബിളിൽ 0. റിയർ എന്ന് പറയുമ്പോൾ 2 ആണ്, 3 എലമെൻറ്റേ ഉള്ളൂ അല്ലേ, അപ്പോൾ റിയർ എൻഡിൽ 2 ആണുള്ളത്. സോ ഇവിടെ ക്യൂവിൽ 3 ഡാറ്റയേ ഉള്ളൂ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഡെലീഷൻ നടക്കുന്ന സമയത്ത് ഇതിലെ ഫ്രണ്ട് എൻഡിൽ നിന്നാണ് നമ്മൾ ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ഫ്രണ്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 0, റിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 2. സോ നമുക്ക് സ്റ്റെപ്പ് 1 നമുക്ക് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് റിമൂവ് ചെയ്യണം. സോ ഡെലീഷൻ ഓൾവേസ് ഒക്കേർഡ് അറ്റ് ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ക്യൂ. സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പിൽ ഈ 25 നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ദിസ് ഇസ് ദ ഐറ്റം ടു ബി റിമൂവ്ഡ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ബൈ 1. നേരത്തെ കേസിൽ ഫ്രണ്ട് 0 ആയിരുന്നു, അത് എങ്ങോട്ടായി 1 ആയി. സ്വാഭാവികമായിട്ടും ദിസ് ഡാറ്റ ഈസ് റിമൂവ്ഡ്. ഇനി ക്യൂവിൽ 2 എലമെൻറ്റേ ഉള്ളൂ അല്ലേ, അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 ആണ്, റിയറിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സ്റ്റെപ്പ് 2 നമുക്ക് അടുത്ത ഡാറ്റ റിമൂവ് ചെയ്യണം. വീണ്ടും നമ്മൾ അടുത്തത് ഇപ്പോൾ ഓൾറെഡി ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 1 ആണ്, 1ലത്തെ ഡാറ്റ നമ്മൾ ആ ലൊക്കേഷനിലെ ഡാറ്റ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. സ്റ്റെപ്പ് 2 ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ബൈ 1. നേരത്തെ ഫ്രണ്ട് കേസിൽ വാല്യൂ 1 ആയിരുന്നു, അത് 2 ആയി. ഇപ്പോൾ ഫ്രണ്ട് റിയർ 2 ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ഡാറ്റ, കാരണം 16 റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ ക്യൂവിൽ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? 38 മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് 38 റിമൂവ് ചെയ്യണം. സ്വാഭാവികമായിട്ടും ദിസ് വേരിയബിൾ ഇസ് സ്റ്റോർഡ്, ഓട്ടോമാറ്റിക്കലി ദ ഫ്രണ്ട് വാല്യൂ ഇസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഫ്രണ്ട് 3 ആവും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണോ ഫ്രണ്ട് റിയറിനേക്കാൾ ഗ്രേറ്റർ ആവുന്നത് ദാറ്റ് മീൻസ് ദിസ് ക്യൂ ഈസ് എംപ്റ്റി. അങ്ങനെ കണ്ടീഷൻ വരാൻ പാടില്ല, കാരണം റിയറിൻ്റെ ബാക്കിൽ ഒരിക്കലും ഫ്രണ്ട് വരില്ലല്ലോ, ഫ്രണ്ട് എപ്പോഴും ഫ്രണ്ടിലേക്കല്ലേ പോകാൻ പാടുള്ളൂ. സോ റിയറിന് ശേഷം ഫ്രണ്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് കൺസിഡേഴ്സ് ദ ക്യൂ ഇസ് എംപ്റ്റി. ക്യൂ എംപ്റ്റി എന്ന് പറയുന്നത് ഫ്രണ്ട് ആൻഡ് റിയർ ഈസ് ഈക്വൽ ടു -1. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഫ്രണ്ടും റിയറും എന്തായി മാറും? -1 ആയിട്ട് മാറും. ക്ലിയർ? So again we attempt to delete an item from an empty queue. What happened? ഒരു എംപ്റ്റി ആയ ക്യൂവിൽ നിന്ന് ക്യൂവിൽ ആരുമില്ല, സ്വാഭാവികമായിട്ട് നമുക്ക് ഡെലീഷൻ ഓപ്പറേഷൻ പോസിബിൾ അല്ല. സോ ദാറ്റ് സിറ്റുവേഷൻ ഓർ an attempt is made to delete an item from an empty queue is called queue underflow. എംപ്റ്റി ആയ ഒരു ക്യൂവിൽ നിന്ന് വീണ്ടും നമ്മൾ ഡെലീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വരും. ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ക്യൂ അണ്ടർഫ്ലോ. Queue underflow means an attempt. If an attempt is made to delete an item from an empty queue,
The situation is called queue underflow. So value of friend and rear is -1 when the queue is empty. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂ എം ടി മീൻ ചെയ്യുന്നത് ഫ്രണ്ടും റിയറും -1 ആകുമ്പോഴാണ് ക്യൂ എന്താവുന്നത്, എം ടി ആവുന്നത്. സോ മൂവ് ഓൺ ടു ദ അൽഗോരിതം. ഇപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡാറ്റ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. സോ ഇഫ് ഇവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറഞ്ഞാൽ -1നേക്കാൾ ഹയർ ആവണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ഡാറ്റ ഫ്രണ്ട് 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ -1 ട്രൂ അല്ലേ, -1നേക്കാൾ വലുതാണ് 0. ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ റിയർ, അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ. ഫ്രണ്ട് എപ്പോഴും റിയറിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കണം. ഈ 2 കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു പ്രോസസ്സ് നമുക്ക് നടക്കുള്ളൂ. ആൻഡിൻ്റെ ഓപ്പറേഷൻ്റെ പ്രത്യേകത ഇതാണ്, 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ 2 കണ്ടീഷനും എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ ഫസ്റ്റ് കേസ് നോക്കൂ. ഇവിടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ -1 കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെ എന്താ ചോദിച്ചുള്ളത്, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ഫ്രണ്ട് ലെസ് ദാൻ റിയറും ആയിരിക്കണം അല്ലേ. ഫ്രണ്ട് റിയറിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കണം. ഇവിടെ റിയർ 2 ആണ്. 0 ലെസ് ദാൻ 2 ആണോ, 0 ലെസ് ദാൻ 2 ആണ് അല്ലേ. 2 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഡാറ്റയെ ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ക്യൂ ഓഫ് 0 ഫസ്റ്റ് ലൊക്കേഷനിലെ ഡാറ്റയെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഹിയർ വാല്യൂ ഇസ് ദ വേരിയബിൾ നെയിം. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 0 എന്നുള്ളത് എന്തായി, 1 ആയി. സ്വാഭാവികമായിട്ട് ക്യൂവിലെ ഫസ്റ്റ് ഡാറ്റ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും വേണം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അടുത്ത ഡാറ്റയെ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. ഫ്രണ്ടിൻ്റെ വാല്യൂ 1 എന്ന് പറയുന്ന സമയത്ത് ദിസ് 1 ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, 1 ഗ്രേറ്റർ ദാൻ -1 ആണോ, ആണ്. 1 ഗ്രേറ്റർ ദാൻ -1 ആണ്. ആൻഡ് 1 ലെസ് ദാൻ 2 ആണോ, റിയർ 2 ആണ് അല്ലേ. 1 ലെസ് ദാൻ 2 ആണോ, ആ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡാറ്റയെ സ്റ്റോർ ചെയ്യാം. സ്വാഭാവികമായിട്ടും ക്യൂ ഓഫ് 1 എന്ന് പറയുമ്പോൾ ആരാണ്, ഈ ദിസ് ലൊക്കേഷൻ, ഈ ലൊക്കേഷനിലുള്ള ഡാറ്റ ക്യൂ ഓഫ് 1ലെ ഡാറ്റ നമ്മൾ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ദിസ് വാല്യൂ ഓഫ് ഫ്രണ്ട് ഇസ് ഇൻക്രിമെൻറ്റഡ്. അതാണ് ഈ ലൊക്കേഷൻ. ക്യൂ ഓഫ് ഫ്രണ്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി, 2 ആയി. എഗെയിൻ നമുക്ക് ഡാറ്റ റിമൂവ് ചെയ്യണം. നമ്മുടെ ഡാറ്റ അറയിൽ 3 ക്യൂവിലും 3 ഡാറ്റയാണുള്ളത്. അപ്പോൾ 3 ഫ്രണ്ട് ഓഫ് 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ -1, 2 -1നേക്കാൾ ഗ്രേറ്റർ ആണ്. ആൻഡ് 2 ലെസ് ദാൻ 2 ആണോ, അല്ല, 2 ലെസ് ദാൻ ഓർ ഈക്വൽ 2 ആണ്. സോ ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഒരു കണ്ടീഷൻ ഫെയിൽ ആവുകയാണ് അല്ലേ. അപ്പോൾ ഈ ആൻഡിൻ്റെ കേസിൽ എന്താവണം, 2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും 1 കണ്ടീഷൻ ഫെയിൽ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫെയിൽ ആവും. ഇനി സിറ്റുവേഷൻസിൽ ഈ കണ്ടീഷൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ക്യൂ ഇസ് അണ്ടർഫ്ലോ. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്, ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യൂ എന്താണ്, അണ്ടർഫ്ലോ ആണ്. ക്യൂ അണ്ടർഫ്ലോ മീൻസ് ക്യൂ ഇസ് എം ടി. എൻ്റെ എം ടി ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് അവിടെ എന്ത് നടക്കുന്നത്, ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ നടക്കുന്നത്. ദാറ്റ്സ് നോൺ ആസ് ക്യൂ അണ്ടർഫ്ലോ. ഇനി ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്രണ്ട് 2 ആണ്, അത് 3 ആവുന്ന സമയത്ത് 2 ഒരിക്കലും ഫ്രണ്ട് റിയറിനേക്കാൾ എന്താവാൻ പാടില്ല, ഗ്രേറ്റർ ആവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ടും റിയറിൻ്റെ വാല്യൂ എന്തായിരിക്കണം, -1 ആയിരിക്കണം. That means Q is empty. Okay, so this is the algorithm for Q deletion.